ഹലോ ഫ്രണ്ട്സ്, ഞാനാണെങ്കിലേ ഇപ്പം ഒരു ചായ ഇടാമെന്ന് വിചാരിച്ചേ. അപ്പം ഞങ്ങളുടെ അപ്പുറത്തെ ഒരു ദീദിയുണ്ട്, ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അപ്പുറത്തെ വീട്ടിലെ ഒരു ദീദി എന്നോട് പറഞ്ഞു, ചുമയോ പിന്നെ നമ്മുടെ തൊണ്ടയടപ്പോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണെങ്കിൽ ഒരു ചായ ഇടുമ്പോൾ അതിനകത്തിൽ 3-4 കുരുമുളകും ഇച്ചിരി ഇഞ്ചിയും ഏലക്കായും എല്ലാം ഇട്ട് നന്നായിട്ട് ഒരു ചായപ്പൊടിയെല്ലാം ഇട്ട് ചായ ഉണ്ടാക്കിയാൽ നമ്മുടെ തൊണ്ടയിലെ തൊണ്ടയടപ്പും എല്ലാം മാറും. അപ്പം നമുക്കിന്നൊന്ന് ഉണ്ടാക്കി നോക്കാമേ എങ്ങനെ ഉണ്ടെന്നേ. അപ്പം നമ്മൾ പാലടുപ്പത്ത് വെച്ചിട്ടുണ്ടേ. അപ്പം നമുക്ക് ബാക്കിയുള്ള വേണ്ട സാധനങ്ങളൊക്കെ എടുക്കാമേ. സാധാരണ ചായ ഇടുന്ന പോലെ തന്നെയാണ്. അതിനകത്തിൽ 2-3 കുരുമുളകും ഇഞ്ചിയും ഏലക്കായും ഇടണമെന്നേ ഉള്ളൂ. നോക്കാം നമുക്ക് എങ്ങനെയുണ്ട് ചായ നോക്കാം. ആദ്യം നമ്മൾ തേയിലപ്പൊടി ഇടാൻ പോവുകയാണേ. തേയിലപ്പൊടി ഇട്ടേ, പിന്നെ ആണെങ്കിൽ പഞ്ചാര ഇട്ടേ, കഴിഞ്ഞിട്ട് ഇടികല്ലെടുത്ത് ഇതേണ്ട ഇത്ര കുരുമുളകാണ് ഇത് നമ്മളതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് ചതയ്ക്കാമേ. നമ്മളത് ചതച്ചെടുത്തിട്ടുണ്ടേ. അപ്പോൾ അത് നമുക്ക് ചായക്കകത്തിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഏലക്കയാണ്. 3 ഏലക്ക എടുത്തിട്ടുണ്ട് ഞാൻ. അത് ഇടിച്ച് പഞ്ചറാക്കി അത് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാമേ. അത് ഇട്ട് കൊടുത്ത് അടുത്തത് ഇഞ്ചിയാണ് ഗൈസ്. നോക്കി, എൻ്റെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണേ. ഇത് തൊലി ചെത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്ന് കഴുകിയാൽ മതിയേ. അത് നമ്മൾ ഇടിച്ച് പഞ്ചറാക്കും. പഞ്ചറാക്കിയിട്ട് നമ്മളതും എടുത്ത് ചായക്കകത്തിലോട്ടിടും. അപ്പോൾ ഇട്ട് ചായ നന്നായിട്ട് തിളക്കട്ടെ. വേണമെങ്കിൽ നമുക്ക് ഒരു തുളസിയുടെ ഇലയും കൂടെ ഇടാം കേട്ടോ. തുളസി ഇലയും കൂടെ ഇടാം. അപ്പോൾ നമ്മുടെ ചുമയോ നമ്മുടെ ശ്വാസം മുട്ടലോ പിന്നെ തൊണ്ടയ്ക്കുള്ള കരുകരിപ്പൊക്കെ ഇല്ലേ. അപ്പോൾ ഇവിടെ ചെറുതായിട്ട് എല്ലാവർക്കും ചെറിയൊരു പനിയുടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്ന് അപ്പം ഞാൻ വിചാരിച്ചിന്ന് ഇവിടെ മഴയായതുകൊണ്ട് തുളസി ഇല പറിക്കുന്നില്ല. അപ്പോൾ ഇതൊന്ന് തുളസി ഇല്ലാത്തൊരു ചായയാണ് ഇത്. തുളസി ഇല ഇല്ല. അത് നമ്മുടെ ചായ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് തിളച്ച് ഇതിൻ്റെ ആ ഇഞ്ചിയുടെയും ഏലക്കയുടെയും എല്ലാം അങ്ങ് സത്തെല്ലാം ഇറങ്ങി നല്ല ഇതായിരിക്കണം. നന്നായിട്ട് തിളയ്ക്കണേ. നന്നായിട്ട് തിളച്ചത് നമ്മുടെ ചായ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചായ തിളച്ച് ഗീസ്. അപ്പോൾ ഒന്ന് ആറിക്കാമേ, നമുക്കൊന്ന് അരിച്ചൊഴിക്കാമേ. അരിച്ചൊഴിക്കാം. നമുക്ക് അരിച്ചൊഴിച്ചിട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. എൻ്റെ ഒരു കൈയിൽ മൊബൈൽ ആയതുകൊണ്ടാണ് ശ്രദ്ധ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പം നമുക്കൊന്ന് അരിച്ചൊഴിക്കാമേ.
ചായ. അപ്പോൾ ഇത് കുടിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാമേ. നല്ല ടേസ്റ്റാണ് ഗീസ്. നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ ടാറ്റാ.